സുഹൃത്തുക്കളെ, ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിവിടെ CB ജംഗ്ഷനിൽ, പൊന്നാനി CB ജംഗ്ഷനിലാണ്. ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പാലത്തിൻ്റെ പണി ഏകദേശം ഒരു രൂപ അയക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഓരോരോ ബീമുകളിങ്ങനെ വെച്ച് ഇങ്ങനെ അവസാന പണിപ്പുരയിലാണ്. ഇപ്പം ഇനി മേലെ സ്ലാബ് വെക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ പണി ഏകദേശം അയക്കുന്നു. ഇനിയിപ്പോൾ ഈ അയിങ്കലത്തുനിന്ന് കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന ആ റോഡിൻ്റെ പണി ആവാനേ ഉള്ളൂ. അങ്ങനെ എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കാരണം ഒന്നാകെ തുറന്നു കൊടുക്കുക പണി കഴിഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്യലാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഞാൻ കുറേ മുന്നേ ഇവിടെ ഒരു 2-3 മാസം മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുതിരുത്തിയിൽ പോകുമ്പോഴേ അവിടെ ഒരു മേൽപ്പാലം ആ പണി ഓരോരോ പണീൻ്റെ ആൾക്കാർ അവിടുത്തെ വേറെ പണിക്കാരാണ് തോന്നുന്നു, അവർ തുറന്നു കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ ഞാൻ വണ്ടിയായിട്ട് പോയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ ജംഗ്ഷനിൽ തുറന്നു കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്നും തിരക്കാണ്. ഇവിടെ രാവിലെ ഉച്ചക്ക് അങ്ങനെയുള്ള ഒരു സമയമൊന്നുമില്ല. ഇപ്പോൾ സ്കൂളില്ലാത്ത കാരണം വലിയ കുഴപ്പമില്ല ഈ 2 മാസം. പക്ഷേ സ്കൂൾ തുറന്നാൽ ഭയങ്കര റഷാവും. കാരണം അതിൻ്റെ മുന്നായിട്ട് തുറന്നു കൊടുക്കുകയാണെങ്കിൽ വളരെ ഉഷാറായി. കാരണം എന്ന് പറഞ്ഞാൽ മൊത്തം പണി കഴിയാതെ തുറന്നു കൊടുക്കുകയാണെങ്കിൽ എത്ര ഉപകാരമായി. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാണ്, എപ്പോഴും ബ്ലോക്കാണ്. അങ്ങനെ ഓരോരുത്തർക്ക് ഇപ്പോൾ സമയത്തിന് എത്താൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അത് കാരണമൊന്നും വേറെ ഒന്നുമില്ല. അപ്പോൾ അവസാന പണിപ്പുരയിലാണ്. പക്ഷേ പണിപ്പുരയിലായാലും ഇവർക്ക് വേഗം പണി ചെയ്യാനൊക്കെ പറ്റും. എന്ന് പറഞ്ഞാൽ അന്ന് നല്ലൊരു കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ കാരണം എല്ലാ സ്ഥലത്തും പണി ചെയ്യാനൊക്കെ അറിയാം. പക്ഷേ അത് തുറന്നു കൊടുക്കലാണ് നമ്മൾ ആവശ്യം. അപ്പോൾ എൻ്റെ ഒരു നിഗമനത്തിൽ തുറന്നു കൊടുക്കുന്നതാണ് ഇതിൻ്റെ സാധ്യത. കാരണം എന്ന് പറഞ്ഞാൽ പുതിരുത്തിയ ഭാഗത്ത് ആ പാലം തുറന്ന് കൊടുത്ത സ്ഥിതിക്ക് ഇത് തുറന്നു കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം അത് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തുറന്നു കൊടുക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ തുറന്നു കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ പണി തുറന്ന് കിട്ടട്ടെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തുറന്നു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ നമ്മളെ ഈ പൊന്നാനി എടപ്പാൾ റോഡ് ഭയങ്കര തിരക്ക് കുറയും. നല്ല സുഖമായിട്ട് എല്ലാവർക്കും സൗകര്യമായിട്ട് പോവാം. വലിയ വണ്ടികളൊക്കെ പാലത്തിൽ പിന്നെ 6 വരി പാതയിൽ കൂടെ അങ്ങനെ പോകുമ്പോൾ അതൊരു താഴത്തുള്ളവർക്ക് വലിയ പ്രശ്നമില്ല, നല്ലൊരു സുഖമാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്, നിങ്ങളെ അഭിപ്രായം കൂടി ഒന്ന് പറയുക, കമൻറ്റ് ചെയ്യുക. തുറന്നു കൊടുക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ എന്ന് പറഞ്ഞാൽ തിരക്ക് എന്നല്ല, എല്ലാവർക്കും വേഗം എത്തണം എന്നുള്ള ആഗ്രഹക്കാരാണല്ലോ എല്ലാവരും. അപ്പോൾ ഇവിടെ ഇപ്പം തന്നെ പണി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നേരെ മേലെ കൂടെ പോവുക, അവിടെ പോവുക, അത്ര തന്നെ. ഈ ജംഗ്ഷനിൽ മാത്രം, വേറെ എവിടെയും പ്രശ്നമൊന്നുമില്ല. ചമ്മനാട് ജംഗ്ഷനിൽ മാത്രമേ ഉള്ളൂ കാരണം ചമ്മനാട് ജംഗ്ഷനിൽ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തുനിന്നും വണ്ടികൾ വരുന്നതാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം പ്രത്യേകം. അപ്പോൾ ഈ പുതിരുത്തി ഭാഗത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു തിരക്ക് പോലും ഇല്ല. എന്നാലും അവർ പാലം തുറന്നു കൊടുത്തു. കാരണം നേരം അതൊരു വിഷയമില്ല, പണി കഴിഞ്ഞതല്ലേ, തുറന്നു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു കണക്കിൽ ആ ഒരു ഉദ്ദേശം കറക്റ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞാൽ ആ 2 കൊല്ലമാവും. അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏതാ കഴിയുന്നത് അതിനനുസരിച്ച് തുറന്നു കൊടുക്കുക, അതിൽ കൂടെ പോവുക, അതന്നെ, അതിനൊക്കില്ല. അപ്പോൾ അത് എല്ലാവർക്കും എൻ്റെ ഒരു ആഗ്രഹം അതാണ്. നിങ്ങളെ അഭിപ്രായം കൂടി അറിയിക്കുക. അപ്പോൾ കമൻറ്റ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ ഒരാളിപ്പോൾ ഒരു തിരക്കിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറാണ് നിൽക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ തിരക്കിന് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് പറ്റുന്നൊരു സംഭവമാണ്. ഇപ്പോൾ തിരക്ക് ഉള്ള സ്ഥലത്ത് നിൽക്കുക തന്നെ വേണ്ടി വരും, അത് വേറെ വിഷയം. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മേൽപ്പാലം തുറന്നു കൊടുക്കലാണ് നമ്മൾ ആവശ്യം. ഓക്കെ, തുറന്നു കൊടുക്കുന്ന പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കുകയാണ്. ഓക്കെ.